അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ ഖൽഖ് സയ്യിദുൽ മുർസലീൻ സയ്യിദനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയനായ റൈറ്റ് പാത്ത് വാട്സപ്പ് കൂട്ടായ്മയുടെ പ്രഗത്ഭരായ അഡ്മിൻ പാനൽസ്, ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളുമായി സംവദിക്കാൻ തൗഫീഖ് നൽകിയ അള്ളാഹുവിനെ ആദ്യമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇതിന് എന്നെ ക്ഷണിച്ച ഇതിൻ്റെ അഡ്മിൻ പാനൽസിനെ ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. സാധാരണ ഞാനിത് 4-ാം തവണയാണ് നിങ്ങളുമായി സംവദിക്കാൻ വരുന്നത്. കഴിഞ്ഞ 3 തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് ഞാൻ കാണുന്നത് അല്പം ആമുഖം അനിവാര്യമാണ് എന്ന് തോന്നുന്നു. സാധാരണ ആമുഖമില്ലാതെ തന്നെയാണ് പറയുകയെങ്കിലും ഇത് സംബന്ധമായ അല്പം ആമുഖത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം നേരത്തെ മുജീബ് സാഹിബ് നേരത്തെ ആമുഖമായി ഇവിടെ പറഞ്ഞ കാര്യം, അഥവാ നമ്മുടെ പൂർവികന്മാരായ നേതാക്കളായ ഖായിദമില്ലത്ത് ബാഫക്കത്തങ്ങൾ, പൂക്കോയത്തങ്ങൾ, സി സാഹിബ്, CH തുടങ്ങിയ മഹാരഥന്മാരായ നേതാക്കന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേൾക്കുന്നതും കേട്ടതുമാണ്, വായിച്ചതാണ്, കണ്ടതാണ്, ഡോക്യുമെന്ററി രൂപത്തിലൊക്കെ കണ്ടതാണ്. അതല്ലാത്ത ഒട്ടനവധി നേതാക്കന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവർ അവരുടേതായ സംഭാവനകൾ മുസ്ലിം സമുദായത്തിനും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനും നൽകിയിട്ടുണ്ട്. തീർച്ചയായും പുതിയ തലമുറക്ക് ഒരുപക്ഷെ അവരുടെ പേരൊക്കെ അന്യമാണ്. അങ്ങനെ പേരൊരു പക്ഷെ ഇവിടെ നിങ്ങൾ കേട്ടാൽ പോലും അവരെക്കുറിച്ച് കൂടുതലൊന്നും അറിയുന്നില്ല, അതിനുള്ള സാഹചര്യവും ഇല്ല എന്നത് മറ്റൊരു വശം. ഏതായിരുന്നാലും ഈ അഡ്മിൻ പാനൽസ് ഇങ്ങനൊരു ചിന്ത അവരിലുണ്ടായത് തന്നെ വളരെ അഭിനന്ദനാർഹമാണ്. അത് ഞാൻ വളരെ സന്തോഷപൂർവ്വം തന്നെ അതുകൊണ്ടാണ് ഞാനത് സന്തോഷപൂർവ്വം ഇന്നലെ പറഞ്ഞ ഉടനെ തന്നെ ഞാനത് സ്വീകരിച്ചത്. കാരണം അതായിരിക്കണം നമ്മുടെ പ്രസ്ഥാന ബന്ധുക്കളൊക്കെ നമ്മുടെ പൂർവികന്മാരെ അറിഞ്ഞിരിക്കണം. നമ്മുടെ മറ്റ് കാലിക പ്രസക്തിയുള്ള ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ദിവസം ചർച്ച ചെയ്യുന്നത് വളരെ അനിവാര്യമാണ്. വളരെ പ്രഗത്ഭന്മാരായ ആളുകൾ വളരെ വിശദമായി തന്നെ നമുക്ക് ക്ലാസ് എടുത്ത് തരുന്ന നമ്മൾ കേൾക്കുന്നത്, നമ്മൾ പഠിക്കുന്നുണ്ട്. അതൊക്കെ വളരെ അനിവാര്യമാണ് ഇന്നിൻ്റെ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും. അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവികന്മാരുടെ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കാൻ നമ്മൾ സന്നദ്ധരാവണം. അതിനുള്ള സമയം കണ്ടെത്താനും അതിനൊരു സാഹചര്യം ഒരുക്കാനും ഇതിൻ്റെ അഡ്മിൻ പാനൽസ് തയ്യാറായത് ഏറെ ശ്ലാഘനീയമാണ് എന്ന് ഒരിക്കൽ കൂടി പറയുന്നു. ഇതിന് ഇങ്ങനെ മുന്നിട്ടിറങ്ങിയ ഇതിൻ്റെ അഡ്മിൻ പാനൽസിനെ ഒന്നുകൂടി ഞാൻ അഭിനന്ദിക്കുന്നു, നന്ദി അറിയിക്കുന്നു. ഇതിനെന്നെ ക്ഷണിച്ചതിന് പ്രത്യേകിച്ച് ഞാൻ നന്ദി അറിയിക്കുന്നു. ഇൻഷാ അല്ലാഹ് നമുക്ക് നേരിട്ട് ഇനി വിഷയത്തിലേക്ക് കടക്കാം. ബടയംകണ്ടി പോക്കർ സാഹിബ് അഥവാ ബി പോക്കർ സാഹിബ്, ഈ പേര് നമ്മൾ ഒരു പക്ഷെ പലപ്പോഴും കേൾക്കാറുണ്ട്. അതാരാണെന്നും കുറച്ചാളുകളും അറിയുകയും ചെയ്യും. പക്ഷെ പോക്കർ സാഹിബിനെ പോലുള്ള ആളുകളെ കുറിച്ച് കൂടുതൽ നമ്മൾ എവിടെയും പഠിക്കാനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് സംഭവങ്ങളിലൂടെ പോക്കർ സാഹിബ് കടന്നു പോകുന്നുണ്ട്. പക്ഷെ അതൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് മനസ്സിലാക്കാൻ പാകത്തിൽ വളരെ അപൂർവമായി മാത്രമേ എന്തെങ്കിലും പുസ്തകങ്ങളോ മറ്റോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം വേദി ഇപ്പോൾ ഈ അടുത്ത കാലത്താണ് ഈ സോഷ്യൽ മീഡിയ വ്യാപകമായതോടുകൂടി ഇത്തരം വേദിയിൽ നമ്മൾ പോക്കർ സാഹിബിനെ പോലുള്ള ആളുകളെ പഠിക്കാൻ തയ്യാറാവുന്നു എന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാകും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോക്കർ സാഹിബ് എന്ന ആ മഹാമനുഷ്യൻ, ആ ആർജവമുള്ള ആ വ്യക്തിത്വം, അദ്ദേഹം 1890 ജനിക്കുന്നത്. കൃത്യമായ
ദിവസമോ മാസമോ എവിടെയും രേഖപ്പെടുത്തി കണ്ടില്ല. ഒരുപക്ഷെ അക്കാലത്ത് അതൊന്നും രേഖപ്പെടുത്താൻ പതിവില്ലാത്തത് കൊണ്ടായിരിക്കാം വർഷം മാത്രമേ എവിടെയും കാണാറുള്ളൂ. 1890 എന്നാണുള്ളത്. തലശ്ശേരി, നമുക്കറിയാം തലശ്ശേരി എൻ്റെ ജില്ല കൂടിയായ കണ്ണൂർ ജില്ലയുടെ വളരെ സുപ്രധാനമായ ഒരു പട്ടണമാണ് തലശ്ശേരി. ഒരു കാലത്തെ മുസ്ലിങ്ങളുടെ ആസ്ഥാനമായിരുന്നു തലശ്ശേരി. ഒരുപാട് പ്രഗത്ഭന്മാർ സംഭാവന നൽകിയ പട്ടണമാണ് തലശ്ശേരി. ആ തലശ്ശേരിയിൽ തന്നെയാണ് പോക്കർ സാഹിബിൻ്റെയും ജനനവും വളർച്ചയും പ്രവർത്തന മണ്ഡലവും എന്ന് തന്നെ പറയാം. ചെറുപ്പകാലം മുതൽ തന്നെ പോക്കർ സാഹിബിന് വിദ്യാഭ്യാസത്തോട് വളരെ താല്പര്യം ഉണ്ടായിരുന്നു. അക്കാലത്ത് നമുക്കറിയാം ബ്രിട്ടീഷുകാരോടുള്ള എതിർപ്പിനെ തുടർന്ന് വിദ്യാഭ്യാസത്തോട് പുറംതിരിഞ്ഞു നിന്നിരുന്ന അക്കാലത്ത് വിദ്യാഭ്യാസത്തോട് താല്പര്യപൂർവ്വം വിദ്യാഭ്യസിക്കാൻ തയ്യാറായ വളരെ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് പോക്കർ സാഹിബ്. 1915 അദ്ദേഹം മദ്രാസ് ലോ കോളേജിൽ വെച്ച് അഭിഭാഷക ബിരുദം നേടി. അന്ന് മലബാറിലെ മുസ്ലിങ്ങളിലെ രണ്ടാമത്തെ അഭിഭാഷകനായിരുന്നു പോക്കർ സാഹിബ്. അതോടൊപ്പം തന്നെ മലബാറിലെ മുസ്ലിങ്ങളിലെ 5ാമത്തെ ബിരുദധാരിയുമായിരുന്നു പോക്കർ സാഹിബ്. 1915 ബിരുദം നേടി 1917 മുതൽ അദ്ദേഹം അഭിഭാഷക ജോലിയിൽ ഏർപ്പെട്ടു. താമസിയാതെ തന്നെ വളരെ തിരക്കുള്ള അഭിഭാഷകനായി മാറി. സുപ്രീം കോടതി വരെ പോകുന്ന അഭിഭാഷകനായി മാറി. അത് അദ്ദേഹത്തിന്റെ വ്യക്തിജീവിതത്തിലെ കാര്യമാണ്. അദ്ദേഹം 1917 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 17 മുതൽ അഭിഭാഷക വൃത്തിയിൽ ഏർപ്പെട്ടത് മുതൽ തന്നെ പൊതുജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സഗൗരവം വീക്ഷിക്കാൻ തുടങ്ങി. അന്ന് മലബാറിൽ ചില തെരഞ്ഞെടുപ്പുകളൊക്കെ ഉണ്ടാവാറുണ്ട്. ഇന്നത്തെ പോലുള്ള ജനാധിപത്യ രീതിയിലുള്ള അല്ലെങ്കിൽ വോട്ടവകാശം വയസ്സ് കണക്കാക്കിയിട്ടുള്ളതായിരുന്നില്ല. അന്നൊക്കെ വോട്ടവകാശം വെറും നികുതി അടക്കുന്ന ആളുകൾക്ക് മാത്രമായിരുന്നല്ലോ. എങ്കിലും ചില തെരഞ്ഞെടുപ്പുകളൊക്കെ അത് പ്രഹസനമാണെങ്കിലും ബ്രിട്ടീഷുകാർ നടത്തിയിരുന്നു. അങ്ങനെ ഇരിക്കാൻ 1919 അദ്ദേഹം അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയുടെ മുന്നിൽ ഒരു മെമ്മോറാണ്ടം സമർപ്പിക്കുന്നത്. ആ മെമ്മോറാണ്ടത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടത് മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ സംവരണ സീറ്റ് അനുവദിക്കണമെന്നായിരുന്നു. തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ സംവരണ സീറ്റ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം നൽകുകയുണ്ടായി. ഒരു പക്ഷെ അതിൻ്റെയൊക്കെ ഫലമായിരിക്കാം പിന്നീട് അങ്ങനെ ഒരു സംവിധാനം കുറച്ചു കാലം ഉണ്ടായിരുന്നു, സ്വാതന്ത്ര്യം ലഭിക്കുന്നത് വരെ. ഏതായിരുന്നാലും അന്ന് മുതൽ തന്നെ മുസ്ലിങ്ങളുടെ ഉന്നമനമൊക്കെ പോക്കർ സാഹിബിന്റെ മനസ്സിലുണ്ടായിരുന്നു. പോക്കർ സാഹിബ് മദുരാശിയിൽ പ്രവർത്തിക്കുന്ന കാലത്ത് തന്നെ അവിടെ മലബാറിൽ വരുന്നതിന് മുമ്പേ തന്നെ മുസ്ലിം ലീഗിന്റെ സന്ദേശം മദുരാശിയിൽ ഉണ്ടായിരുന്നു. അക്കാലത്ത് തന്നെ പോക്കർ സാഹിബിന് മുസ്ലിം ലീഗിലേക്ക് ഒരു മുസ്ലിം ലീഗിനെ കുറിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം, പൊതുപ്രവർത്തനത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവം 1921 മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട ഇടപെടലുകളായിരുന്നു. അഥവാ നമുക്കറിയാം അന്ന് മുസ്ലിം ലീഗിന് ശാഖാ കമ്മിറ്റികൾ പോലും മലബാറിൽ ഉണ്ടായിരുന്നില്ല. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അലി മുസ്ലിയാരും ഒക്കെ കറകളഞ്ഞ കോൺഗ്രസ്സുകാരായിരുന്നു. ഒറ്റപ്പാലം സമ്മേളനം, ഗാന്ധിജിയുടെ ആഹ്വാനം, ഇതൊക്കെ കേട്ട് കോൺഗ്രസിന്റെ ഒക്കെ ആഹ്വാനം അനുസരിച്ച് തന്നെയാണ് യഥാർത്ഥത്തിൽ ആ ഒരു സ്വാതന്ത്ര്യ സമരത്തിന് മലബാറിലെ മുസ്ലിങ്ങൾ തയ്യാറായത്. പക്ഷേ എന്തു തന്നെ ആയാലും ആ സംഭവത്തിന് ശേഷം മലബാർ കലാപത്തിന്റെ ബാക്കി പത്രമായി ഒരുപാട് ആളുകൾ അനാഥമായി. അന്ന് നൂറുകണക്കിന് മുസ്ലിങ്ങളെ കൊന്നൊടുക്കി, ധാരാളം ആളുകളെ നാടുകടത്തി, ഒരുപാട്
ആളുകൾക്ക് മക്കളെ നഷ്ടപ്പെട്ടു, ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു, സഹോദരന്മാരെ നഷ്ടപ്പെട്ടു. എല്ലാം കൊണ്ടും വിറങ്ങലിച്ചു നിന്ന ആ സമയത്ത് മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകാൻ ബാധ്യസ്ഥനായ, അല്ലെങ്കിൽ ഈ ഒരു സമരത്തിലേക്ക് മുസ്ലിങ്ങളെ എടുത്ത് ചാടിച്ച കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല. അവർ ഉൾവലിഞ്ഞു, പല കാരണങ്ങൾ പറഞ്ഞു, ബാലിശമായ പല ആക്ഷേപങ്ങളും പറഞ്ഞുകൊണ്ട് അവർ കൈയൊഴിഞ്ഞു. നാഥനില്ലാത്തൊരവസ്ഥ മുസ്ലിങ്ങൾക്ക് അന്ന് മലബാറിലുണ്ടായി. മാത്രമല്ല, ഇതിന്റെ ബാക്കിപത്രമായി മലബാർ മേഖലയിലൊക്കെ പകർച്ചവ്യാധി പിടിപെട്ടു. അന്ന് പോക്കർ സാഹിബ് അടങ്ങിയിരുന്നില്ല. പോക്കർ സാഹിബ് അതിലിടപെടാൻ തന്നെ തീരുമാനിച്ചു. സാന്ദർഭികമായി പറയട്ടെ, ഈ ഒരു സംഭവത്തിൽ മുസ്ലിങ്ങളുടെ ദുരവസ്ഥ അന്ന് പുറം ലോകത്ത് അറിയിക്കാൻ പോലും ആരും തയ്യാറായില്ല. കാരണം ചന്ദ്രിക വരുന്ന 1934 പക്ഷേ അന്ന് പഞ്ചാബിലെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരുന്ന സർ സഫർ അലി ഖാൻ എന്ന പഞ്ചാബ് മുസ്ലിം ലീഗ് പ്രസിഡന്റിന്റെ അദ്ദേഹം നടത്തുന്ന ഒരു പത്രമുണ്ടായിരുന്നു, ജമീന്ദാർ എന്ന് പറഞ്ഞൊരു പത്രം. ആ പത്രത്തിൽ ഏതാണ്ട് 40 ദിവസത്തോളം മലബാറിലെ മുസ്ലിങ്ങളുടെ ദുരവസ്ഥയെക്കുറിച്ച് അദ്ദേഹം ലേഖനം എഴുതി. ആ ലേഖനങ്ങളൊക്കെ വായിച്ച് അതിൽ മനം നിന്ന്, അല്ലെങ്കിൽ ആ കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഉത്തരേന്ത്യയിൽ നിന്നും വന്ന 2 സഹോദരന്മാർ, ഖുസൂരി സഹോദരന്മാർ, ഇവിടുത്തെ മലബാറിലെ മുസ്ലിങ്ങളുടെ അനാഥമായി കിടക്കുന്ന അനാഥ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു സ്ഥാപനം ആരംഭിക്കാൻ തീരുമാനിച്ചു. ആ സ്ഥാപനമാണ് ഇന്ന് കോഴിക്കോട് എന്നുള്ള കേരളത്തിൽ തന്നെ ഏറ്റവും ഒരുപാട് പ്രഗത്ഭന്മാരെ സൃഷ്ടിച്ച വളരെ പ്രസിദ്ധമായ കോഴിക്കോട് JDT ഇസ്ലാം. ഞാനത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പോക്കർ സാഹിബ് ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് ഈ അനാഥരായ ആളുകളെ, ഈ ആരുമില്ലാത്ത പാവപ്പെട്ട സ്ത്രീജനങ്ങളെ, പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാരെ, അവർക്കൊരു സംരക്ഷകരുണ്ട് എന്ന ബോധം അവർക്കുണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം പണിപ്പെട്ടു. അദ്ദേഹം മദ്രാശിയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു ദുരിതാശ്വാസ നിധി രൂപീകരിച്ചു. അന്ന് അദ്ദേഹത്തെ എതിർക്കാൻ ഇവിടുത്തെ കോൺഗ്രസ് നേതൃത്വവും അന്നത്തെ ദേശീയ മുസ്ലിങ്ങളെന്ന് അവകാശപ്പെട്ട് നടന്നിരുന്ന ഒരു വിഭാഗം ആളുകളും തയ്യാറായി. പക്ഷെ അദ്ദേഹം കുലുങ്ങിയില്ല. അദ്ദേഹം ഏതാണ്ട് അക്കാലത്ത് തന്നെ 2 ലക്ഷം രൂപയോളം അദ്ദേഹം പിരിച്ചെടുത്തു. അത് വിതരണം ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തിന് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ആളുകൾ തയ്യാറായി. പക്ഷെ അദ്ദേഹം കുലുങ്ങിയില്ല. അദ്ദേഹം അതൊക്കെ വളരെ കൃത്യമായി ചെയ്തു. ആ ഒരു കാര്യം മുസ്ലിങ്ങൾക്ക് സംരക്ഷകരായി ഇവിടെ ആള് ഉണ്ട് എന്നൊരു ബോധ്യം മുസ്ലിങ്ങൾക്ക്, അന്നത്തെ മലബാറിലെ മുസ്ലിങ്ങൾക്ക് ഉണ്ടായി. അത് പോക്കർ സാഹിബിന്റെ പ്രവർത്തനത്തിലൂടെ, അല്ലെങ്കിൽ പോക്കർ സാഹിബിന്റെ ആ ഒരു സമീപനം പിൽക്കാലത്ത് മുസ്ലിം ലീഗിന്റെ വ്യാപനം നടത്തുമ്പോൾ പോക്കർ സാഹിബിനെ പോലുള്ള ആളുകൾ, പോക്കർ സാഹിബിന്റെ അനുയായികളൊക്കെ വന്ന് മുസ്ലിം ലീഗിന്റെ സന്ദേശം എത്തിക്കുമ്പോൾ ഈ ഒരു കാര്യം ഞങ്ങളുടെ സംരക്ഷകരായി ഉള്ള ആളുകളാണ് ഇവരെന്നൊരു തോന്നലുണ്ടാകുകയും അതുവഴി മലബാറിൽ മുസ്ലിം ലീഗിന് വളരെ വ്യവസ്ഥാപിതമായ അതിവ്യാപനം നടക്കുകയും ചെയ്തു എന്നുള്ളത് ആണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഞാൻ മനസ്സിലാക്കത്തുള്ളൂ, പക്ഷെ അത് ശരിയോ തെറ്റോ എന്ന് കൃത്യമായി അറിയില്ലെങ്കിലും ഞാൻ മനസ്സിലാക്കത്തോളം മലബാർ മേഖലയിൽ നിന്നുള്ള ആദ്യത്തെ ഒരു മുസ്ലിം ലീഗുകാരൻ ഒരുപക്ഷെ പോക്കർ സാഹിബ് ആയിരിക്കും. എന്തുകൊണ്ടെന്ന് പോക്കർ സാഹിബിന്റെ ചരിത്രത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. പോക്കർ സാഹിബ് മദ്രാശിയിലേക്ക് പോയപ്പോൾ അവിടെ മുസ്ലിം ലീഗിന്റെ ഏതാണ്ട് പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പിന്നീട് സത്താർ സൈഡ് സാഹിബ് കൂടി അവിടെ വന്നപ്പോഴാണ് മുസ്ലിം ലീഗ്, അതിനുശേഷം അവർ 2 പേരും കൂടിയാണ് മുസ്ലിം ലീഗിനെ മലബാറിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ തീർച്ചയായും പോക്കർ സാഹിബിന് മുസ്ലിം ലീഗിനോട് മറ്റാരേക്കാളും മുന്നേ മുസ്ലിം ലീഗിനോടൊരു താല്പര്യം, അല്ലെങ്കിൽ മുസ്ലിം ലീഗിനോട് ഒരു അനുഭാവം ഉണ്ടായി എന്നുള്ളത് വളരെ വ്യക്തമായ ഒരു കാര്യമാണ്. പോക്കർ സാഹിബ് 1930 ശേഷമാണല്ലോ, 32 ശേഷമാണ് മുസ്ലിം ലീഗ് ഉണ്ടാകുന്നത്. പക്ഷെ ചന്ദ്രിക അതിനു മുമ്പേ തന്നെ 1932 തന്നെ ചന്ദ്രിക ഉണ്ടാകുന്നു. ഈ ചന്ദ്രികയുടെ സംസ്ഥാപനത്തിലും പോക്കർ സാഹിബ് നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. തലശ്ശേരിയിലായതുകൊണ്ട് തന്നെ CD സാഹിബിന്റെ വരവും CD സാഹിബുമായുള്ള കൂട്ടുകൂടലും, അതോടൊപ്പം തന്നെ ഉപ്പി സാഹിബ് അടക്കമുള്ള
CP മമ്മൂക്കൈ സാഹിബ് അടക്കമുള്ള കുഞ്ഞിമായൻ ഹാജി സാഹിബ് അടക്കമുള്ള അക്കാലത്തെ പ്രഗത്ഭന്മാരായ തലശ്ശേരിയിലെ പൗരപ്രമുഖന്മാരുടെ ഒപ്പം ചേർന്ന് മുസ്ലിങ്ങളുടെ ഈ ഐക്യരൂപത്തിന് വേണ്ടി, മുസ്ലിങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, മുസ്ലിങ്ങൾക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം ഉണ്ടാവണം എന്ന ആഗ്രഹിച്ചുകൊണ്ടുള്ള ആ ഒരു ചിന്തയിലേക്ക് പോക്കർ സാഹിബ് കൂടി കടന്നു. പോക്കർ സാഹിബിന്റെ പ്രാഗൽഭ്യം മുസ്ലിം ലീഗിന്റെ വ്യാപനത്തിന് വളരെ സഹായകമായി എന്ന് തന്നെ പറയാം. വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് സൗത്ത് ഇന്ത്യൻ മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി എന്നൊരു സംഘടന ഉണ്ടാകുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു സംഘടനയാണ് കേരള മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷൻ. ഈ രണ്ട് സംഘടനയുടെയും പിന്നിൽ ചാലകശക്തിയായി നിന്നത് പോക്കർ സാഹിബായിരുന്നു. 1930 മുതൽ 36 വരെ യുണൈറ്റഡ് നാഷണൽ പാർട്ടിയുടെ സെക്രട്ടറിയായും പോക്കർ സാഹിബ് സേവനമനുഷ്ഠിച്ചു. അക്കാലത്ത് തന്നെ മുസ്ലിം ലീഗിനോട് ആഭിമുഖ്യം ഉണ്ടാവുകയും പിന്നീട് മുസ്ലിം ലീഗുകാരനാവുകയും ചെയ്ത പോക്കർ സാഹിബ് കേരളത്തെ അന്നത്തെ മലബാർ മേഖലയിൽ നടന്ന വിവിധ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ പോക്കർ സാഹിബ് സജീവമായി ഉണ്ടായി. അങ്ങനെയാണ് ചരിത്ര പ്രസിദ്ധമായ ഒരു തെരഞ്ഞെടുപ്പ് നമ്മൾ കഴിഞ്ഞ തവണ ബാഫക്കി തങ്ങളുടെ അനുസ്മരണത്തിൽ പ്രതിപാദിച്ച 1937 കുറുമ്പനാട് ഡിവിഷനിലേക്ക് നടന്ന ആ തെരഞ്ഞെടുപ്പിൽ പോക്കർ സാഹിബ് മത്സരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും പ്രഗത്ഭനായ ഒരു നേതാവെന്ന നിലയിൽ തന്നെയാണ്. അന്ന് മുസ്ലിം ലീഗ് പാർട്ടി ഔദ്യോഗികമായി രൂപീകരിച്ചിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗിന്റെ അനുഭാവികളായ ആളുകളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അതിനുമുമ്പ് മറ്റൊരു സംഭവം, നേരത്തെ ഞാൻ പറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ്, അതായത് മജ്ലിസ്, അന്ന് മുസ്ലിം ലീഗോ ഒന്നുമില്ല, മജ്ലിസ് എന്ന ഒരു സംഘടന അന്ന് സജീവമായി തലശ്ശേരിയിൽ ഉണ്ടായിരുന്നു, മലബാർ മേഖലയിൽ ആകമാനം ഉണ്ടായിരുന്നു. ഈ മജ്ലിസിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസ്സുകാരും മുസ്ലിം ലീഗ് അനുഭാവികളും ഒക്കെ ഉണ്ടായിരുന്നു. ആ മജ്ലിസ് എന്ന സംഘടനയിൽ തന്നെയുള്ള 2 സ്ഥാനാർത്ഥികൾ ഒരു മത്സരം, അത് കോൺഗ്രസിനോട് ആഭിമുഖ്യമുള്ള ആളുകൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ സ്ഥാനാർത്ഥിയാക്കി, മുസ്ലിം ലീഗിനോട് അനുഭവമുള്ള ആളുകൾ സത്താർ സേഠ് സാഹിബിനെ സ്ഥാനാർത്ഥിയാക്കി. ഈ തെരഞ്ഞെടുപ്പിൽ, വളരെ വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ, അത് സംബന്ധമായി കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ലെങ്കിലും വാശിയേറിയ ആ തെരഞ്ഞെടുപ്പിൽ സത്താർ സേഠ് സാഹിബ് വിജയിക്കുന്നു. ഈ സത്താർ സേഠ് സാഹിബ് വിജയിച്ച് മദ്രാശിയിലേക്ക് പോകുന്നു. അവിടെ നേരത്തെ മദ്രാശിയിൽ ഉണ്ടായിരുന്ന പോക്കർ സാഹിബുമായിട്ട് അവിടെ കൂട്ടുകൂടുകയും അല്ലെങ്കിൽ അവർ തമ്മിൽ സമ്പർക്കം ഉണ്ടാവുകയും അവരുടെ ചിന്തയിൽ അവിടെ അന്ന് സജീവമായിരുന്ന മുസ്ലിം ലീഗിന്റെ ഒരു ഘടകം കേരളത്തിലേക്ക് കൂടി കൊണ്ടുവരണം എന്ന് ആഗ്രഹിച്ച് അവരുടെ പരിശ്രമ ഫലമായിട്ടാണ് മലബാറിൽ മുസ്ലിം ലീഗ് കൊണ്ടുവരുന്നതും. അപ്പോഴേക്കും മുസ്ലിം ലീഗ് രൂപീകരിക്കാനുള്ള പാകത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം തലശ്ശേരിയിലും പരിസരത്തും മലബാർ മേഖലയിലും ഉണ്ടായിരുന്നു. CD സാഹിബിന്റെ നേതൃത്വത്തിൽ, ഉപ്പി സാഹിബിന്റെ നേതൃത്വത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമായി തന്നെയാണ് മുസ്ലിം ലീഗ് രൂപീകരണം. അങ്ങനെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ കുർബനാട് താലൂക്ക് കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പോക്കർ സാഹിബ് മത്സരിക്കുന്നത്. അന്ന് മുസ്ലിം ലീഗിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിട്ട് ആയിരുന്നില്ലെങ്കിലും പോക്കർ സാഹിബിനെതിരായിട്ട് ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങൾ മത്സരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പോക്കർ സാഹിബ് പരാജയപ്പെടുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ബാഫക്കി തങ്ങൾ പോക്കർ സാഹിബിന് എതിരെയായിരുന്നു. എന്തു തന്നെയായാലും പക്ഷെ പോക്കർ സാഹിബിനെ നന്നായിട്ട് ബാഫക്കി തങ്ങൾക്ക് അറിയാമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ പോക്കർ സാഹിബും ബാഫക്കി തങ്ങളും തമ്മിൽ ഒരു കണ്ടുമുട്ടലിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അഥവാ തെരഞ്ഞെടുപ്പ് നോമിനേഷൻ നൽകാൻ വേണ്ടി പോക്കർ സാഹിബ് അനുയായികളും താലൂക്ക് ഓഫീസിലേക്ക് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലേക്ക് കടക്കുന്നു. അപ്പോൾ അവിടെ നോമിനേഷൻ കൊടുത്ത് തിരിച്ചു വരുന്ന ബാഫക്കി തങ്ങളും ഖാൻ ബഹദൂർ ആറ്റക്കോയ തങ്ങളും. അപ്പോൾ ഇവരെ നേരിട്ട് പരിചയമുള്ള ആളുകളാണ്. പക്ഷെ അങ്ങനെ പോക്കർ സാഹിബ് ബാഫക്കി തങ്ങൾക്ക് സലാം ചൊല്ലി ബാഫക്കി തങ്ങളോട് ദ്വാരക്കണമെന്ന് പറയുന്നു. അന്നേരം ബാഫക്കി തങ്ങൾ പറഞ്ഞ ഒരു കാര്യം, സത്യസന്ധമായി ബാഫക്കി തങ്ങൾ പറഞ്ഞു, ഞാൻ ദ്വാരക്കാം പോക്കർ സാഹിബ്, പക്ഷെ നിങ്ങൾ ജയിക്കാൻ ഞാൻ ദ്വാരക്കില്ല. കാരണം എൻ്റെ സ്ഥാനാർത്ഥി ജയിക്കാനാണ് ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദ്വാരന്നു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രവർത്തനം ആത്മാർത്ഥതയില്ലാതെയാവും. അത് സത്യസന്ധമായൊരു പ്രവർത്തകന്റെ, ഒരു പൊതുപ്രവർത്തകന്റെ വാക്കുകളായിരുന്നു ബാഫക്കി തങ്ങളുടെ. ഏതായിരുന്നാലും ഈ തെരഞ്ഞെടുപ്പിൽ പോക്കർ സാഹിബ് പരാജയപ്പെടുകയും പോക്കർ സാഹിബിന്റെ പരാജയം പിന്നീട് ബാഫക്കി തങ്ങളിൽ
വളരെ വലിയ ദുഃഖമുണ്ടാക്കുകയും അതിൻ്റെ ഫലമായി പിന്നീട് മുസ്ലിം ലീഗിലേക്ക് ബാഫഖി തങ്ങൾ വരികയും ഈ അറ്റക്കോയ തങ്ങളടക്കമുള്ള ആളുകളെ കൊണ്ടുവന്ന് അത് മറ്റൊരു ചരിത്രം ബാഫഖി തങ്ങൾ കൂടി വന്നതോടുകൂടിയാണ് കേരളത്തിലെ മലബാർ മേഖലയിലെ മുസ്ലിം ലീഗിന് അടിസ്ഥാന വർഗത്തോട്, അതായത് താഴെക്കിടയിലെ ജനങ്ങളിലേക്ക് പോലും മുസ്ലിം ലീഗിന്റെ സന്ദേശം എത്തിക്കാൻ സാധിച്ചതും ഇത്ര വലിയ മുസ്ലിം ലീഗിന് ജനകീയ അടിത്തറയുള്ള ഒരു പ്രസ്ഥാനമായി മാറിയതും അതിനുശേഷമാണ്. പക്ഷെ അന്നൊന്നും ഇന്നത്തെ പോലെ ഏതെങ്കിലും തരത്തിലുള്ള സങ്കുചിത ചിന്താഗതി ഉണ്ടായിരുന്നില്ല. അവ മുജാഹിദാണ്, ഇത് സുന്നിയാണ് എന്നൊരു സങ്കുചിത ചിന്താഗതി ഉണ്ടായിരുന്നില്ല. പോക്കർ സാഹിബ് കറകളഞ്ഞ മുജാഹിദായിരുന്നു. പക്ഷേ പോക്കർ സാഹിബ് മാത്രമല്ല, സീതി സാഹിബും അങ്ങനെയായിരുന്നു. ബാഫഖി തങ്ങൾ കറകളഞ്ഞ സുന്നിയുമായിരുന്നു. എന്നിട്ട് അവർ തമ്മിൽ മുസ്ലിങ്ങളുടെ ഐക്യ ഒരു പ്ലാറ്റ്ഫോം എന്ന നിലയിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തെ കാണുകയായിരുന്നു. 1942 അപ്പോഴേക്കും സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയിൽ അംഗമായിരുന്നു പോക്കർ സാഹിബ്. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്ന 1952 ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ മലബാറിൽ, അന്നത്തെ മദുരാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാറിൽ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന് വേണ്ടി ജയിച്ച ഒരേ ഒരു സ്ഥാനാർത്ഥി മഹാനായ പോക്കർ സാഹിബായിരുന്നു. അന്ന് അഥവാ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം ലീഗ് MP അത് പോക്കർ സാഹിബായിരുന്നു. ഏറ്റവും പ്രഗത്ഭനായ പോക്കർ സാഹിബിനെ തന്നെയാണ് പാർട്ടി നിയോഗിച്ചത്. മലപ്പുറം മണ്ഡലത്തിൽ വെച്ച് പോക്കർ സാഹിബ് വിജയിക്കുകയും ആ 52 വിജയത്തിന് ശേഷമാണ് 54 നമുക്കാകെ, അല്ലെങ്കിൽ നമുക്ക് ആവേശത്തോടുകൂടി നമ്മൾ എന്നും പറയുന്ന ആ ചരിത്ര പ്രസിദ്ധമായ നോ ഉണ്ടാകുന്നത്. അത് സംബന്ധമായി നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടതാണ്, നമ്മൾ ഒരുപാട് എഴുത്തുകൾ വായിച്ചതാണ്, ഒരുപാട് തവണ നമ്മൾ സ്പർശിച്ചതാണ്. പക്ഷെ അതിലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മറ്റൊന്നു കൂടിയുണ്ട്. അഥവാ മുസ്ലിം വിവാഹ പ്രായ ബില്ല്, അതായിരുന്നു ചർച്ച, ശരീഅത്തുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയായിരുന്നു അത്. ജവഹർലാൽ നെഹ്റു അവിടെ അവതരിപ്പിക്കുന്നു. കോൺഗ്രസിന് മൃഗീയ ഭൂരിപക്ഷം, യാതൊരു ചർച്ചയുമില്ലാതെ തന്നെ ഒരുപക്ഷെ പാസ്സാക്കാൻ പറ്റുന്ന തരത്തിലുള്ള മെമ്പർമാരുടെ അംഗബലം, ഇതൊക്കെ ഉണ്ടായിട്ട് അവിടെ ആ ഒരു പ്രമേയം അവതരിപ്പിച്ചപ്പോൾ പിൻനിരയിലുണ്ടായിരുന്ന പോക്കർ സാഹിബ് ഒരാൾ മാത്രം, കുറിയ മനുഷ്യൻ, മാപ്പിളത്തൊപ്പി ധരിച്ച് അദ്ദേഹം നോ എന്ന് പറഞ്ഞു. അഥവാ എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട് എന്ന് പറഞ്ഞു. നെഹ്റു അമാന്തിച്ചില്ല. നെഹ്റു പറഞ്ഞൊരു വാക്കുകൂടിയുണ്ട്. ആ പറയുന്നത് പോക്കർ സാഹിബ് എന്ന ഒരു വ്യക്തിയുടെ വാക്കല്ല, ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ വാക്കായി ഞാൻ പരിഗണിച്ചുകൊണ്ട് ഈ ബില്ല് ഞാനിവിടെ പിൻവലിക്കുന്നു എന്ന് പറഞ്ഞു. അത് നമ്മളൊക്കെ കേൾക്കുന്നൊരു ചരിത്രം. അതിന് ശേഷം വളരെ വൈകാരികമായ ഒരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. അഥവാ ഈ ലോക്സഭയിലെ ഈ ഗർജനത്തിന് ശേഷം ലോക്സഭ പിരിഞ്ഞ് പോക്കർ സാഹിബ് പുറത്തേക്ക് വരുന്നു. പുറത്തേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകാൻ പുറത്തേക്ക് വരുമ്പോൾ വഴിയിൽ ഒരാൾ കാത്തിരിക്കുന്നു, അക്ഷമനായി കാത്തിരിക്കുന്നു ഒരാൾ. അത് മറ്റാരുമായിരുന്നില്ല, ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി മൗലാന അബുൽ കലാം ആസാദ് ആയിരുന്നു. ഈ മൗലാന അബുൽ കലാം ആസാദ് കോൺഗ്രസിന്റെ വലിയ നേതാവാണ്. എങ്കിലും അദ്ദേഹത്തെ നമ്മൾ ഇന്ന് ഈ ആര്യാട മുഹമ്മദിനെയൊക്കെ കാണേണ്ട ഒരു വ്യക്തിയായി അല്ല, മറിച്ച് അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനി, അതൊക്കെ കൂടാതെ ഇസ്ലാമിക ചട്ടക്കൂട്ടിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, ഇസ്ലാമിക ചിന്തയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ വലിയൊരു പണ്ഡിതനാണ്. എന്തിനേറെ പറയുന്നു, 7 ആയത്തുള്ള വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിഹക്ക് 700ഓളം പേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതിനത് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. 700ഓളം പേജുള്ള തഫ്സീർ എഴുതിയ മഹാപണ്ഡിതനാണ് അദ്ദേഹം.
അദ്ദേഹത്തിന്റെ പാണ്ഡിത്യവും പോക്കർ സാഹിബിന്റെ പാണ്ഡിത്യവും അളക്കാൻ പോലും സാധ്യമല്ല. അങ്ങനെയുള്ള ആ മഹാപണ്ഡിതൻ പോക്കർ സാഹിബിന് നിറകണ്ണുകളോടെ വൈകാരികമായി ഹസ്തദാനം ചെയ്തുകൊണ്ട് പറയുന്നൊരു വാക്കുണ്ട്. പോക്കർ സാഹിബ് അങ്ങവിടെ പ്രകടിപ്പിച്ചത് ഇന്ത്യയിലെ മുഴുവൻ മുസ്ലിങ്ങളുടെ കാര്യമാണ്. ഞാനും അതേ അഭിപ്രായക്കാരനാണ്. എനിക്കും അത് തന്നെ പറയാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ പാർട്ടിയുടെ നയം അല്ലെങ്കിൽ എൻ്റെ പാർട്ടി അതിനെ എന്നെ അനുവദിച്ചില്ല എന്നുള്ള ഉദ്ദേശിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു മതത്തിന്റെ കാര്യത്തിൽ മാത്രം ഇടപെടാൻ ആകുമായിരുന്നില്ല. പക്ഷേ നിങ്ങളുടെ ആ വാക്ക് കേട്ട് എൻ്റെ പ്രധാനമന്ത്രി, എൻ്റെ പാർട്ടിയുടെ നേതാവ് അത് പിൻവലിച്ചപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്തദാനം ചെയ്ത ആ ഒരു രംഗം കൂടി ഓർക്കുമ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു തെരഞ്ഞെടുത്ത മാർഗം വളരെ ശരിയാണ്. ഒരുപാട് പാർട്ടികൾ കേരളത്തിലുണ്ട്. നമ്മൾ എന്തുകൊണ്ട് മുസ്ലിം ലീഗിൽ മാത്രം മുസ്ലിം സമുദായത്തിന്റെ ഒരു വിഷയം വരുമ്പോൾ ആ വിഷയത്തിന് ആരെയും ഭയപ്പെടാതെ, ഒരു പാർട്ടിയുടെ കൂച്ചുവിലങ്ങുമില്ലാതെ, ഒരു പാർട്ടിയുടെ വീറ്റവും ഇല്ലാതെ ധൈര്യപൂർവ്വം സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ ഈ മുസ്ലിം ലീഗ് പാർട്ടിയിൽ നിന്നുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് എത്ര വലിയ പണ്ഡിതനായാലും അത് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഈ പോക്കർ സാഹിബിനോട് മൗലാന അബുൽ കലാം ആസാദ് പറഞ്ഞ ഈ വാക്ക്. ഇതിന്റെ മറ്റൊരു ചരിത്രപരമായ ഒരു ഇടപെടൽ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് അന്നത്തെ വിശ്വഭാരതി ഒരു പുസ്തകം എഴുതിയിരുന്നു. പല മതങ്ങളെക്കുറിച്ച് എഴുതിയ കൂട്ടത്തിൽ ഇസ്ലാമിനെ കുറിച്ച് എഴുതിയപ്പോൾ വിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മോശമായ രീതിയിൽ ഒരു പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകം നിരോധിക്കാൻ വേണ്ടി, ആ പുസ്തകം പിൻവലിക്കാൻ വേണ്ടി പോക്കർ സാഹിബിന്റെ ഇടപെടലുണ്ടായി. ആ ഇടപെടലുകൾ ഫലമായിട്ടാണ് ആ പുസ്തകം നിരോധിച്ചത്. ഇങ്ങനെ മുസ്ലിം സമുദായത്തിന്റെ നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളിൽ, ചെറുതും വലുതുമായ ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ട ഒരാളായിരുന്നു മഹാനായ പോക്കർ സാഹിബ്. 1956 1952 അദ്ദേഹം മത്സരിച്ച്, 57 അദ്ദേഹം മത്സരം, 57 മഞ്ചേരിയിൽ വെച്ചാണ്, മഞ്ചേരി നിയോജക മണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിച്ചത്. അതിനു മുമ്പേ 56 കേരള സംസ്ഥാനം, സാന്ദർഭികം അതുകൂടി നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. 1956 ഇന്ന് നമുക്കറിയാം കേരളപ്പിറവി ദിനമാണ്. 1956 നവംബർ 1-ാം തീയതിയാണ് കേരളം പിറന്നത്. അന്ന് കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ടു നമ്മൾ മുസ്ലിം ലീഗിന് ചില ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ നേതൃത്വം നൽകിയത് മഹാനായ പോക്കർ സാഹിബായിരുന്നു. കാരണം കേരള സംസ്ഥാനം രൂപീകരിച്ചത്, ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചതിന് ഒരുപാട്, കേരളം എന്നല്ല ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ രൂപീകരിച്ചതിന് ഒരുപാട് ചരിത്രപരമായ ഒരുപാട് വസ്തുതകളുണ്ട്. അതിലൊന്ന്, ആദ്യമായി ഇങ്ങനെ ഞാൻ ചുരുക്കി മാത്രം അക്കാര്യം പറയാം, ആദ്യമായി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് ആന്ധ്രയിലായിരുന്നു. ആന്ധ്രയിൽ വെച്ച് ഒരു ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം വേണമെന്ന് 1952 തന്നെ ആവശ്യം ഉന്നയിച്ചു. അങ്ങനെ ഒരു രാമുലു എന്ന് പറഞ്ഞ ഒരാൾ, അദ്ദേഹം അവിടെ നിരാഹാരം കിടന്നു. അദ്ദേഹം 58 ദിവസം നിരാഹാരം കിടന്ന ഒടുവിൽ അദ്ദേഹം ആ നിരാഹാരത്തിൽ കിടന്നുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടു. നാടാകെ കുട്ടിച്ചോറായി, ആകെ വലിയ കലാപങ്ങളുണ്ടായി, പോലീസ് വെടിവെപ്പുണ്ടായി. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യത്തിൽ നെഹ്റു തൊട്ടടുത്ത ദിവസം ആന്ധ്രാപ്രദേശ് എന്നൊരു സംസ്ഥാനം രൂപീകരിക്കുമെന്ന പ്രഖ്യാപനം നടത്തി. അതിനുശേഷം മറ്റ് പല സംസ്ഥാനങ്ങളും വീണ്ടും മുറവിളി കൂട്ടി, ഞങ്ങൾക്കും ഈ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ വേണമെന്ന ആവശ്യം ഉന്നയിച്ചു. അങ്ങനെയാണ് നെഹ്റു ഒരു സമിതി രൂപീകരിക്കുന്നത്. ഇന്ത്യയിൽ ആകമാനം ചുറ്റിക്കറങ്ങിക്കൊണ്ട് ഏതെല്ലാം ഭാഷാടിസ്ഥാനത്തിൽ ഏതെല്ലാം സംസ്ഥാനങ്ങൾ രൂപീകരിക്കണം എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി, ഒരു സബ് കമ്മിറ്റി, ഒരു കമ്മീഷൻ രൂപീകരിക്കുന്നത്. ജസ്റ്റിസ് ഫസൽ അലി ചെയർമാനും അതുപോലെ പണ്ഡിറ്റ് HL കുൽസ്രു, സർദാർ KM പണിക്കർ എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഈ സ്റ്റേറ്റ് റെക്കഗ്നൈസേഷൻ കമ്മിറ്റി, ആ കമ്മിറ്റിയുടെ ശുപാർശകൾ ഇന്ത്യ ഗവൺമെന്റിന് സമർപ്പിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനം വരണം എന്ന ഒരു തീരുമാനമെടുക്കുകയും അതിൻ്റെ ഫലമായിട്ട് കേരളം രൂപീകരിക്കുകയും
ഈ കേരളം രൂപീകരിക്കുമ്പോൾ ഞാൻ പറഞ്ഞത് മുസ്ലിം ലീഗിന് അതിൽ വെച്ച പങ്ക്, കേരളം രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്നില്ല, ഒരു മന്ത്രിസഭ ഉണ്ടായിരുന്നില്ല. അന്ന് തിരുവിതാംകൂർ, തിരുക്കൊച്ചി സംസ്ഥാനത്തെയോ അതുപോലെ തന്നെ മലബാർ, മദ്രാശി സംസ്ഥാനത്തിന്റെ ഭാഗവുമായിരുന്നു. മദ്രാശി സംസ്ഥാനത്തിന്റെ ഭാഗമായിരുന്ന മലബാർ കേരളം രൂപീകരിച്ചതോട് മദ്രാശിയിൽ നിന്ന് മാറി. അതോടുകൂടി കേരളത്തിലുണ്ടായ അല്ലെങ്കിൽ മലബാറിലുണ്ടായിരുന്ന MLA-മാരുടെ അംഗത്വം നഷ്ടമായി. ഇപ്പുറത്താകട്ടെ തീർച്ചയായും ഒരു ഭരണ സംവിധാനം വളരെ കാര്യക്ഷമമായി ഉണ്ടാവേണ്ട ആ ഭരണ സംവിധാനം ഇവിടെ ഇല്ലാതായി, എവിടെ? തിരുവിതാംകൂർ ഭാഗത്ത്. കാരണം കോൺഗ്രസിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങളെ തുടർന്ന് അവിടെയും കോൺഗ്രസിന് ഭരണമില്ലാതായി. പൊതുവെ അങ്ങനെ പൊതുവെ കേരളത്തിൽ അന്ന് കേരളം രൂപീകരിച്ചപ്പോൾ അന്ന് കേരളത്തിൽ ഒരു മന്ത്രിസഭ ഇല്ലാതെ, ഒരു ഭരണ സംവിധാനം ഇല്ലാതെ, അതിൻ്റെ ഫലമായിട്ട് പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ആവശ്യങ്ങളൊന്നും ഉന്നയിക്കാൻ സാധിച്ചില്ല. ഇന്ന് നമ്മൾ കാണുന്ന പോലുള്ള ഒരു കേരളമായിരുന്നില്ല യഥാർത്ഥത്തിൽ അന്ന് അന്നത്തെ ജനങ്ങൾ കരുതിയിരുന്നത്. അങ്ങനെ കരുതിയതുപോലെ, അഥവാ 3-4 താലൂക്കുകൾ, തിരുവിതാംകൂറിലുണ്ടായിരുന്ന 3, കന്യാകുമാരി അടക്കമുള്ള 3-4 താലൂക്കുകൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു, തമിഴ്നാട്ടിന് പോയി. അതുപോലെ കർണാടകയിൽ പോയി, ഗൂഡല്ലൂർ പോയി. ഇതൊക്കെ ഗൂഡല്ലൂരൊക്കെ ഈ കേരളത്തിൽ തന്നെ വരണമെന്ന് മുസ്ലിം ലീഗ് അതിശക്തമായി വാദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു വന്നതാണ്, ഇതിൻ്റെ ചർച്ചകൾക്കായി ഇതിൻ്റെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ മുസ്ലിം ലീഗ് ഒരു പ്രതിനിധി സംഘത്തെ നിയോഗിച്ചു. CH മുഹമ്മദ് കോയ സാഹിബ് അടക്കം, CD സാഹിബ് അടക്കമുള്ള അതിൻ്റെ നേതൃത്വം പോക്കർ സാഹിബിനായിരുന്നു. അവർ ഈ കമ്മീഷനുമായിട്ട് വളരെ വിശദമായി തന്നെ തങ്ങളുടെ അഭിപ്രായം അവരോട് രേഖപ്പെടുത്തുകയും എങ്ങനെയായിരിക്കണം കേരളം വരേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു മാർഗനിർദ്ദേശം അവർക്ക് നൽകുകയും ചെയ്തു. പക്ഷെ അതിൽ എല്ലാ കാര്യങ്ങളൊന്നും അംഗീകരിച്ചില്ലെങ്കിലും ചില കാര്യം അതിൽ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഗൂഡല്ലൂർ കേരളത്തിൽ വേണം എന്നുള്ളത്. കാരണം ഗൂഡല്ലൂർ അക്കാലത്ത് മുസ്ലിം ലീഗിന് പ്രത്യേകിച്ച് അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ളൊരു മേഖലയായിരുന്നു. അതുപോലെ ഒട്ടനവധി കാര്യങ്ങളിൽ പോക്കർ സാഹിബിൻ്റെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട്. പോക്കർ സാഹിബ് കേരളത്തിന് എന്നല്ല ഇന്ത്യ മഹാരാജ്യത്ത് തന്നെ വളരെ പ്രഗത്ഭനായ ഒരു അഭിഭാഷകനായി ഇരിക്കുമ്പോൾ തന്നെ പാവപ്പെട്ട ജനങ്ങളുടെ ഒട്ടനവധി കാര്യങ്ങളിൽ നേരിട്ടിടപെട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു. പിന്നെ പോക്കർ സാഹിബിൻ്റെ അത്യുജ്വലമായ ഒരു പ്രഭാഷണം. പോക്കർ സാഹിബ് ഇന്ന് നമ്മൾ ചില പ്രഭാഷകന്മാരൊക്കെ കയറുമ്പോൾ പോക്കർ സാഹിബൊക്കെ ഗർജിക്കുന്ന ഒരു പ്രഭാഷകനായിരുന്നു. വളരെ അതിഗംഭീരമായ പ്രസംഗം നടത്തുന്ന ആളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ശബ്ദ ഗാംഭീര്യമായിരിക്കണമെന്നില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ വാക്കുകളുടെ ആ കാഠിന്യമായിരിക്കാം. നെഹ്റു നിരന്തരമായി മുസ്ലിം ലീഗിനെ പരിഹസിച്ച് നടക്കുമ്പോഴാണ് പാലക്കാട് കോട്ട മൈതാനിയിൽ വളരെ വലിയൊരു സമ്മേളനം നടക്കുന്നത്. ആ സമ്മേളനത്തിൽ വെച്ചാണ് മഹാനായ പോക്കർ സാഹിബ് നെഹ്റുവിൻ്റെ വെല്ലുവിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് പുല്ലാണ് എന്ന് അതൊക്കെ പറയുന്നത് വലിയ ഒരു വലിയൊരു പ്രശ്നമായിരിക്കാം. ഒരു പക്ഷേ ഇന്നത്തെ കാലത്ത് അതൊന്നും വലിയ വിഷയമല്ലെങ്കിലും അന്നൊക്കെ വലിയ കാര്യമായിരിക്കും. അങ്ങനെ പത്രങ്ങളിലൊക്കെ ഉണ്ടായെന്നാണ് പറഞ്ഞത്. ആ പുല്ലാണ് എന്ന് പറഞ്ഞ കാര്യങ്ങൾ പിറ്റേന്നത്തെ പത്രത്തിൽ നെഹ്റുവിനെ പുല്ലാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് പത്രങ്ങളിലൊക്കെ ഉണ്ടായെന്നാണ് പറഞ്ഞത്. അത്രയും കഠിനമായ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് പ്രവർത്തകർക്ക് ആത്മവിശ്വാസം നൽകാൻ രംഗത്തിറങ്ങിയ ഒരാളായിരുന്നു മഹാനായ പോക്കർ സാഹിബ്. പോക്കർ സാഹിബിൻ്റെ പ്രവർത്തനങ്ങൾ ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നതല്ല. ഞാനീ പറഞ്ഞതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു പക്ഷേ അറിയാവുന്നതോ ആയ ഒരുപാട് ഈ കാര്യങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല യഥാർത്ഥത്തിൽ പോക്കർ സാഹിബിൻ്റെ പ്രവർത്തനങ്ങൾ.